ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ വാർത്തകൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ എമ്പുരാൻ സിനിമ വിവാദമായതോടുകൂടെ എമ്പുരാൻ സിനിമയിൽ വർഗീയതയും സംഭവങ്ങളൊക്കെ കയറ്റിയ കാര്യങ്ങളൊന്നും നമ്മുടെ ഗോപാലേട്ടൻ അറിഞ്ഞിരുന്നില്ല എന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഗോപാലേട്ടനാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 200 കോടി കിട്ടി, 250 കോടി കിട്ടി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഗോപാലേട്ടൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോപാലൻ അല്ലെങ്കിൽ തന്നെ ഗോപാലനെ നോട്ടിട്ടുണ്ടായിരുന്നതാ. ഗോപാലൻ അല്ലെങ്കിൽ തന്നെ നോട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കയറി നിരങ്ങാണ് ഗോപാലേട്ടനെ ഓടി നടന്നിട്ട്. അതായത് ഗോപാലൻ്റെ തമിഴ്നാട്ടിലും കേരളത്തിലുള്ള എല്ലാ ഓഫീസുകളിലും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ അതൊരു വലിയൊരു വാർത്തയായിരിക്കുകയാണ്. എന്തായാലും തള്ളുമ്പോൾ വലിയ വലിയ തള്ളുകൾ തള്ളി കഴിഞ്ഞാലേ 200 കോടി 300 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കൊണ്ട് 200 കോടി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇപ്പോൾ പെട്ടിരിക്കുന്നത് ആരാ പറയാൻ എല്ലാവർക്കും പറ്റും. പൃഥ്വിരാജിനും മോഹൻലാലിനും അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവനൊക്കെ പറ്റും. പക്ഷേ അതിൽ പെട്ടതാരാ? അവസാനം പോയിട്ട് ലൈക്കയുടെ നിന്ന് പോയി വാങ്ങിച്ച് ഗോപാലേട്ടൻ. ഞാൻ മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപാലേട്ടൻ ഇതിൽ പെടാൻ പോകുന്നത്. അപ്പോൾ ഗോപാലേട്ടൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഗോപാലേട്ടൻ നോട്ടപ്പുള്ളിയായിരുന്നു, ഇപ്പോൾ ഒന്നും കൂടി നോട്ടപ്പുള്ളിയായിരിക്കുകയാണ്. കാരണം ഒരു സിനിമയൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഗോപാലേട്ടാ? അതായത് എങ്ങനെയുള്ള സിനിമയാണെന്ന്, അതായത് ആ സിനിമയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന്. അല്ലാതെ ലാലേട്ടൻ നമ്മുടെ ലൂസിഫറിൻ്റെ 2ാം ഭാഗം അഭിനയിച്ചുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ സിനിമയിൽ പറഞ്ഞ കഥ അല്ലെങ്കിൽ പെട്ട സംഭവം ചില്ലറ സംഭവമല്ല, ദേശദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും. അപ്പോൾ ഇനി എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഗോപാലേട്ടൻ്റെ മാത്രമല്ല, ലാലേട്ടൻ്റെ ആയാലും ഗോപാലേട്ടൻ്റെ ആയാലും രാജുവേട്ടൻ്റെ ആയാലും ആൻ്റണിയേട്ടൻ്റെ ആയാലും മുരളിയേട്ടൻ്റെ ആയാലും മേലിന്ന് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ എന്തായാലും ഗോപാലേട്ടനെ നിരപ്പാക്കും എന്തായാലും എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ.